വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് iQOO Z5 എന്ന് പറഞ്ഞ മൊബൈലിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഞാൻ കഴിഞ്ഞ ദിവസം iQOO Z5ന്റെ ലോഞ്ച് ഇവന്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് അത് നല്ലൊരു മൊബൈലാണ്, നമ്മൾക്ക് മേടിക്കാൻ സാധിക്കുന്ന മൊബൈലാണ്. പക്ഷെ അതിനകത്ത് കുറെ ഡിസഡ്വാൻറ്റേജസും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഏറ്റവും ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഇതിന് വന്നിരിക്കുന്നത് ഒരു LCD ഡിസ്പ്ലേ ആണ്. നമ്മൾക്കറിയാം റെഡ്മി നോട്ട് 10 പ്രോ ആണെങ്കിലും റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണെങ്കിലും ഒക്കെ ഇതിനേക്കാളും താഴ്ന്ന പ്രൈസിലും നമ്മൾക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ തന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രൈസിൽ LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. മിനിമം ഒരു അമോലെഡ് ഡിസ്പ്ലേ എങ്കിലും കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ഇതിന്റെ 5G ബാൻഡ്സിന്റെ കാര്യത്തിലാണ്. 5G ബാൻഡ്സിലോട്ട് വരുമ്പോൾ ഈ ഒരു മൊബൈലിന് 2 5G ബാൻഡ്സ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു 2 5G ബാൻഡ്സ് എന്ന് പറയുന്നത് വേറെ പല മൊബൈലും ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ 11ഉം 12ഉം 5G ബാൻഡ്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതാണ് എനിക്ക് ഈ ഒരു iQOO Z5ന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് വരുന്നത് നമ്മൾക്ക് ഈ ഒരു മൊബൈലില് SD കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ സ്റ്റോറേജ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് സാധിക്കത്തില്ല. നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ കാണാൻ ടെക്സ്റ്റ് സ്പെസിഫിക്കേഷൻസിൽ വരികയാണെങ്കിൽ കാണാൻ സാധിക്കും സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അപ് ടു 512 MB അല്ലെങ്കിൽ സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അപ് ടു 1 TB എന്നൊക്കെ. നമ്മൾക്ക് ഈ ഒരു മൊബൈലിൽ SD കാർഡ് ഇടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന്റെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കത്തില്ല. പക്ഷെ നമ്മൾക്ക് ഇതിന്റെ RAM 4 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് എക്സ്റ്റെൻഡഡ് റാമിന്റെ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിന്റെ RAM എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൊബൈലില് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടില്ല. IR ബ്ലാസ്റ്റർ അത്ര കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇത് പറയാൻ കാരണം ആർക്കെങ്കിലും ഒരാൾക്ക്, അതായത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു മൊബൈൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, അയാൾക്ക് IR ബ്ലാസ്റ്റർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. IR ബ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മൊബൈലിനെയും TVയുടെയും AC-യുടെയും ഒക്കെ റിമോട്ട് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതാണ് IR ബ്ലാസ്റ്ററിന്റെ ഉപയോഗം. ഷവോമിയുടെ പല മൊബൈലുകളിലും ഇപ്പോൾ IR ബ്ലാസ്റ്റർ കൂടെ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.